Hi friends, welcome to Aisha's Kitchen. ഇന്നത്തെ റെസിപ്പി നല്ല സിമ്പിൾ ആയിട്ടുള്ള ഒരു മാക്രോണി റെസിപ്പിയാണ്. ഇതൊക്കെ കഴിഞ്ഞല്ലേ ഇനി നമ്മൾക്ക് എല്ലാവർക്കും വേണ്ടത് നല്ല സിമ്പിൾ റെസിപ്പീസ് ആണ്. പ്രത്യേകിച്ച് നമുക്ക് ഡിന്നറിനൊക്കെ സെർവ് ചെയ്യാൻ പറ്റുന്ന നല്ല സിമ്പിൾ റെസിപ്പീസ്, പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന റെസിപ്പീസ് ആണ് വേണ്ടത്. അപ്പോൾ അത്തരത്തിലുള്ള റെസിപ്പിയാണ് ഇപ്പോൾ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. ആൽഫ്രെഡോ ചിക്കൻ പാസ്ത റെസിപ്പി, അല്ലെങ്കിൽ പാസ്ത ഇൻ വൈറ്റ് സോസ് എന്നും പറയും. ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്നത് മാക്രോണിയാണ്. നിങ്ങൾക്ക് ഇതിന് പകരം ഏത് വെറൈറ്റി പാസ്തയും യൂസ് ചെയ്യാം, സ്പെഗത്തി ഒക്കെ യൂസ് ചെയ്യാം ഈ ഒരു റെസിപ്പിയിലേക്ക്. അപ്പോൾ നമുക്ക് മാക്രോണി വെച്ചിട്ടുള്ള ഈ അടിപൊളി റെസിപ്പി എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ്, നല്ല ക്രീമിയാണ്. കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു മാക്രോണി ഡിഷാവും ഇത്. അപ്പോൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് റെസിപ്പി എങ്ങനെ നോക്കാം. ഞാനിപ്പോൾ ഇവിടെ 1 കപ്പ് മാക്രോണി എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ വേവിക്കാത്ത മാക്രോണിയാണ്. അപ്പോൾ നമ്മൾക്ക് വേവിക്കുന്നത് എങ്ങനെയെന്നും കൂടി നോക്കാം മാക്രോണി. പിന്നെ ഏത് വെറൈറ്റി പാസ്ത വേണമെങ്കിലും യൂസ് ചെയ്യാം ഇതിലേക്ക്. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് ചിക്കനാണ്. ചിക്കൻ ഞാനിപ്പോൾ 100 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. എല്ലില്ലാത്ത ചിക്കൻ പീസസ് ആണിത്. ഇത് ഇതുപോലെ ക്യൂബ്സ് ആക്കിയിട്ട് കട്ട് ചെയ്യുക, അല്ലെങ്കിൽ നീളത്തിലും കട്ട് ചെയ്താൽ മതി. ഇനിയിപ്പോൾ ചിക്കൻ യൂസ് ചെയ്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, വെജിറ്റബിൾസ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ പ്ലെയിൻ ആയിട്ട് നമുക്കിത് തയ്യാറാക്കാം. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ള വെളുത്തുള്ളിയും, പിന്നെ അതുപോലെ ചീസ് വേണം നമുക്ക്. ക്രീം ചീസ് ഇതുപോലത്തെ, ഞാൻ അൽമറായുടെ ക്രീം ചീസാണ് യൂസ് ചെയ്തിട്ടുള്ളത്. 2 ക്യൂബ്സ് എടുത്തിട്ടുണ്ട്. ഇതുപോലത്തെ അൽമറായുടെ ക്രീം ചീസ് യൂസ് ചെയ്യാം. അതിപ്പം 6 പോർഷൻ ഉണ്ടാവും ഇതിനകത്ത്. നമ്മളിപ്പോൾ 2 പീസ് എടുത്തിട്ടുള്ളൂ അതിൽ നിന്ന്. പിന്നെ ഗാർണിഷിങ്ങിന് വേണ്ടി ഞാൻ അല്പം പാസ്ലി ലീവ്സ് ഇതുപോലെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് നിർബന്ധമില്ല. പിന്നെ പാല് 1 കപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ മൊസറല്ല ചീസ് 1/2 കപ്പ് അല്ലെങ്കിൽ അതിൽ കൂടുതൽ എടുക്കുക. നല്ലൊരു ചീസി കിട്ടണമെങ്കിൽ കൂടുതൽ എടുക്കേണ്ടി വരും. അപ്പോൾ ഞാൻ യൂസ് ചെയ്തിട്ടുള്ള മൊസറല്ല ചീസ് കാണിച്ചു തരാം. 3 കൗസിൻ്റെ മൊസറല്ല ചീസാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഏത് ബ്രാൻഡ് വേണമെങ്കിലും യൂസ് ചെയ്യാം, അത് കുഴപ്പമില്ല. പിന്നെ റൂം ടെമ്പറേച്ചറിൽ വെക്കണം കേട്ടോ നമ്മൾ ഇത് ആഡ് ചെയ്ത് കൊടുക്കുന്നതിന് മുമ്പ്. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഗാർലിക് പൗഡറും വേണം, അതുപോലെ പെപ്പർ പൗഡറും വേണം. രണ്ടും ഓരോ ടീസ്പൂൺ വീതം ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഗാർലിക് പൗഡർ നിങ്ങളുടെ അടുത്ത് ഇല്ല എന്നാണെങ്കിൽ നിർബന്ധമില്ല, ഉണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ പെപ്പർ പൗഡർ തീർച്ചയായിട്ടും ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എരിവിന് അത് മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ. പിന്നെ ഇത് ഒറിഗാനോ, ഞാൻ പിസ്സയുടെ റെസിപ്പിയിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പാസ്ത റെസിപ്പീസിലും ഇതുപോലെ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ്. അപ്പോൾ നമുക്ക് ആദ്യം മാക്രോണി ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അതിന് വേണ്ടി ഇതുപോലെ വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെക്കാം. തിളച്ച് വരുന്ന സമയത്ത് മാക്രോണി ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഒരുപാട് വെള്ളത്തിൽ നമ്മൾ മാക്രോണി കുക്ക് ചെയ്യണം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് അല്പം ഓയിൽ, അത് വെജിറ്റബിൾ ഓയിലോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ ഏതെങ്കിലും ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോൾ മാക്രോണി ഒട്ടിപ്പിടിക്കത്തില്ല, അതായത് സ്റ്റിക്കി ആവില്ല. അപ്പോൾ അതിനു വേണ്ടിയാണ് നമ്മൾ ഓയിൽ ചേർത്ത് കൊടുക്കുന്നത്. വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ അല്പം ഉപ്പ് കൂടി ചേർത്തിട്ട് നമ്മൾ നന്നായിട്ട് വേവിച്ചെടുക്കണം. പിന്നെ മാക്രോണി നമ്മൾ കുക്കറിലൊന്നും വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ ഒരുപാട് വെള്ളത്തിൽ, നല്ല തിളച്ച വെള്ളത്തിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ പറഞ്ഞ പോലെ ചെയ്ത് കൊടുത്താൽ മതി. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള മാക്രോണി നമുക്ക് തയ്യാറാക്കാം. അപ്പോൾ ഞാനിപ്പോൾ മാക്രോണി അവിടെ വേവിക്കാൻ വെക്കുന്നുണ്ട്. ആ ഒരു സമയം കൊണ്ട് നമുക്ക് വൈറ്റ് സോസ് തയ്യാറാക്കാം അതിലേക്കുള്ള. അപ്പം ഒരു 7-8 മിനിറ്റ് എന്തായാലും പിടിക്കും നമ്മൾ മാക്രോണി റെഡി ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി വേറൊരു പാന് ചൂടാക്കിയിട്ട് അതിലേക്ക് നമുക്ക് ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുത്തിട്ട് ചിക്കൻ നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ ബട്ടറിലാണ് ചിക്കന് കുക്ക് ചെയ്തെടുക്കുന്നത്. അങ്ങനെ വരുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ്. അപ്പോൾ ഇനി ബട്ടർ ഇല്ല എന്നാണെങ്കിൽ അതിന് പകരം ഓയിൽ ചേർത്ത് കൊടുത്താലും മതി, കുഴപ്പമില്ല. അപ്പോൾ നന്നായിട്ട് ഇത് വഴറ്റി കൊടുത്ത ശേഷം നമുക്കിതിലേക്ക് അല്പം കുരുമുളക് പൊടിയും അതുപോലെ ഉപ്പും ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ചിക്കനിലൊന്നും മസാലയൊന്നും പുരട്ടിയിട്ടില്ലല്ലോ, അപ്പോൾ നമ്മൾ അല്പം കുരുമുളക് പൊടിയും ഉപ്പും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കണം. ചിക്കന് ഇതിപ്പോൾ ചെറിയ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തതുകൊണ്ട് പെട്ടെന്ന് നമ്മൾ കുക്കായി കിട്ടും. അധികം ടൈമൊന്നും എടുക്കില്ല, ഒരു 4-5 മിനിറ്റ് മതി ഇത് നന്നായിട്ട് കുക്കായി കിട്ടാൻ. ആ ഒരു ടൈമിൽ നമുക്ക് മാക്രോണി റെഡിയായി കിട്ടും. പിന്നെ നമ്മൾ ഇത് രണ്ടും കൂടെ ഒരുമിച്ച് നമ്മൾ കുക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ മാക്രോണി ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാനും ശ്രദ്ധിക്കുക, അത് മറന്നു പോകരുത്. അപ്പോൾ നമ്മളുടെ ചിക്കൻ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ റെഡിയായ ചിക്കൻ നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ അതേ പാനിൽ തന്നെ നമുക്ക് ഇനി വൈറ്റ് സോസ് തയ്യാറാക്കാം.
ഇനി നമുക്ക് ഇതേ പാനിലേക്ക് തന്നെ അല്പം ഒലിവ് ഓയിൽ ചേർത്ത് കൊടുക്കാം. പാസ്തേൻ്റെ കൂടെ ഒലിവ് ഓയിൽ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഒലിവ് ഓയിൽ ചേർത്ത് കൊടുക്കുന്നത്. ഇതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ സാധാ ഓയിൽ ചേർത്ത് കൊടുക്കാം. കോക്കനട്ട് ഓയിൽ ഇതിലേക്ക് മാച്ച് ഉണ്ടാവില്ല കേട്ടോ, അപ്പോൾ അതുകൊണ്ട് അത് ചേർത്ത് കൊടുക്കണ്ട. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാനുണ്ട്. നമ്മൾ വെളുത്തുള്ളി ഇതുപോലെ വഴറ്റിയെടുക്കുന്ന സമയത്ത് വെളുത്തുള്ളി ബ്രൗൺ കളർ ആവാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് വളരെ കുറഞ്ഞ ഫ്ലെയിമിൽ വേണം നമ്മൾ ഈ വെളുത്തുള്ളി വഴറ്റിയെടുക്കാൻ. നമ്മൾ ബ്രൗൺ കളർ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പാസ്റ്റയുടെ കളറും മാറും, അതുപോലെ തന്നെ ടേസ്റ്റിലും വളരെയധികം വ്യത്യാസം വരും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ റോ സ്മെല്ല് മാറി കിട്ടണം, പക്ഷേ ബ്രൗൺ കളർ ആവരുത്. അപ്പോൾ അതുകൊണ്ട് ചെറിയ ഫ്ലെയിമിൽ വേണം നമ്മൾ വെളുത്തുള്ളി വഴറ്റിയെടുക്കാൻ. 1 മിനിറ്റൊക്കെ ഒന്ന് വഴറ്റിയെടുത്താൽ മതി വെളുത്തുള്ളി. ഇനി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാനുള്ളത് ചീസാണ്. അപ്പോൾ നമുക്ക് ക്രീം ചീസും അതുപോലെ മൊസറല്ല ചീസും ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ചീസ് ആഡ് ചെയ്ത് കൊടുക്കുമ്പം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, നമ്മൾ റൂം ടെമ്പറേച്ചറിലുള്ള ചീസ് ആഡ് ചെയ്ത് കൊടുക്കുക. 2 ക്യൂബ്സാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. വേണമെങ്കിൽ കുറച്ചുകൂടെ കൂടുതൽ ആഡ് ചെയ്ത് കൊടുക്കാം. മൊസറല്ല ചീസ് ആഡ് ചെയ്യുന്നില്ലെങ്കിൽ കുറച്ചുകൂടെ കൂടുതൽ ഈ ചീസ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നന്നായിട്ടിത് നമ്മൾ മിക്സ് ചെയ്തെടുക്കണം. ചീസ് നന്നായിട്ട് മെൽറ്റ് ആവണം. അതും വളരെ കുറഞ്ഞ ഫ്ലെയിമിൽ വെക്കണം കേട്ടോ, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. മീഡിയം ഫ്ലെയിമിൽ വേണ്ട, വളരെ കുറഞ്ഞ ഫ്ലെയിമിൽ വേണം നമ്മളിത് കുക്ക് ചെയ്തെടുക്കാൻ. ഇനിയിപ്പോൾ മൊസറല്ല ചീസ് ആഡ് ചെയ്ത് കൊടുക്കാം നമ്മൾക്ക്. അത് ഞാൻ മൊത്തത്തിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. ഞാൻ ഇതിപ്പോൾ 1/2 കപ്പ് മൊസറല്ല ചീസാണല്ലോ, ഞാൻ അതിൻ്റെ പകുതിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. 1/4 കപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. ബാക്കി 1/4 കപ്പ് നമ്മൾക്ക് ലാസ്റ്റ് എല്ലാം റെഡി ആയതിനു ശേഷം ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് കൊടുക്കുക. ചെറിയ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ചീസ് അവിടെ നമുക്ക് മെൽറ്റ് ആവാൻ വെക്കാം, വളരെ കുറഞ്ഞ ഫ്ലെയിമിൽ വെക്കാം. അപ്പോൾ നമ്മളുടെ മാക്രോണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് അതൊന്ന് ഡ്രെയിൻ ചെയ്തെടുക്കണം. വെള്ളം നന്നായിട്ട് വാർത്തെടുത്തിട്ട് വേണം നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ അതും വിട്ടു പോകരുത്, എന്നാലേ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള മാക്രോണി കിട്ടുള്ളൂ. അപ്പോൾ മാക്രോണി ഞാൻ ഡ്രെയിൻ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ചീസ് ഇപ്പോൾ നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാനുള്ളത് പാലാണ്. ഞാനിപ്പോൾ 1 കപ്പ് പാൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. നമുക്ക് അത്ര മതി. നമ്മളിപ്പോൾ 1 കപ്പ് മാക്രോണി എല്ലാം എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇതിലേക്ക് നമുക്ക് പാൽ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് പാലും അതുപോലെ ചീസും ഒക്കെ നന്നായിട്ട് കമ്പൈൻ ചെയ്ത് വരുന്ന വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. എന്നാലേ അത് നന്നായിട്ട് കമ്പൈൻ ചെയ്ത് കിട്ടുള്ളൂ. നമ്മൾ വൈറ്റ് സോസ് തയ്യാറാക്കുമ്പോൾ നല്ല തിക്കായിട്ട് വേണം തയ്യാറാക്കാൻ. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ പാലൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്, നല്ല തിക്കായിട്ടുണ്ട്. നമ്മളുടെ സോസ് നന്നായിട്ട് തിക്കായിട്ടുണ്ട്. നല്ല കട്ടയൊന്നും കൂടാതെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ സോസ്. ഇനി നമുക്കിതിലേക്ക് അല്പം ഗാർലിക് പൗഡറും അതുപോലെ പെപ്പർ പൗഡറും ചേർത്ത് കൊടുക്കുക. ഗാർലിക് പൗഡറൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചേർത്ത് കൊടുക്കുക, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കണം കേട്ടോ, എന്നാലേ നല്ലൊരു ചെറുതായിട്ടൊരു സ്പൈസി വേണമെങ്കിൽ കുരുമുളക് പൊടി വേണം. അപ്പോൾ നമ്മുടെ സോസ് റെഡി ആയിട്ടുണ്ട്, നല്ല തിക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് ഉപ്പൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല, കാരണം ചീസിലൊക്കെ ഉപ്പുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ മാക്രോണി കുക്ക് ചെയ്തത് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്ക് വേണമെങ്കിൽ ഉപ്പ് ചെക്ക് ചെയ്ത് നോക്കാം. അങ്ങനെ ഉപ്പില്ല എന്നാണെങ്കിൽ മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി ഉപ്പ്. കാരണം നമ്മൾ ചിക്കനിലും അതുപോലെ മാക്രോണി വേവിക്കുമ്പോഴൊക്കെ നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നോക്കിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് തിളയ്ക്കാൻ വേണ്ടിയിട്ട് വെക്കണം, എന്നാലേ നന്നായിട്ട് കമ്പൈൻ ചെയ്ത് കിട്ടുള്ളൂ. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ചീസ്, മൊസറല്ല ചീസ് ഇതിന് മുകളിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ വരുമ്പോൾ നല്ലൊരു ചീസി എഫക്റ്റ് വരും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ലാസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാമെന്ന് പറയുന്നത്. എന്നിട്ട് അതൊന്ന് ചെറുതായിട്ടൊന്ന് കമ്പൈൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇനി ലാസ്റ്റായിട്ട് നമുക്ക് ഒറിഗാനോ ചേർത്ത് കൊടുക്കാം. നല്ലൊരു ഫ്ലേവർ ആവും നമ്മളെ പാസ്തക്ക്. അപ്പോൾ അതിന് വേണ്ടിയാണ് ഈ ഒറിഗാനോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മളുടെ മാക്രോണി റെഡി ആയിട്ടുണ്ട്. നല്ല ചീസി ആയിട്ടുള്ള ക്രീമി ആയിട്ടുള്ള വൈറ്റ് സോസ് മാക്രോണി റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നല്ല ചീസി ആയിട്ട് കിടക്കും, കണ്ടോ?
പിന്നെ ഇനി നിങ്ങൾക്ക് ഇതിലും കൂടുതൽ ക്രീമി ആവണമെന്നാണെങ്കിൽ കുറച്ചുകൂടെ കൂടുതൽ നമ്മൾ വൈറ്റ് സോസ് തയ്യാറാക്കിയാൽ മതി. അപ്പോൾ നല്ല ക്രീമി ചീസി ആൽഫ്രെഡോ ചിക്കൻ പാസ്ത റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരു തവണയെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ ഇത് കഴിക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു തവണയെങ്കിലും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ലൊരു ടേസ്റ്റാണ്, നല്ലൊരു ഫ്ലേവറാണ്. അപ്പം അധികം സ്പൈസി ഒന്നുമല്ല കേട്ടോ. കുരുമുളക് പൊടി കൂടുതലിട്ടാൽ നമ്മളെ ഇതിൻ്റെ കളറും മാറിപ്പോവും. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നല്ല സിമ്പിൾ റെസിപ്പിയാണ്. അപ്പം ഇനി വേറൊരു സിമ്പിൾ റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ താങ്ക് യു.